Neymar through. ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു. 3 വർഷം പരിക്കുകളോട് മല്ലടിച്ച പോരാളിയുടെ തിരിച്ചുവരവിൽ ആരാധകരും ആഹ്ലാദിച്ചു. 981 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്രസീൽ ജേഴ്സിയിൽ സ്കോട്ട്ലൻഡിനെതിരെ പകരക്കാരനായി കളത്തിൽ. നോർവേക്കെതിരെയും പകരക്കാരനായി ഇറങ്ങി. പെനാൽറ്റി ഗോളാക്കിയെങ്കിലും ടീമിന് കരകയറാൻ അത് മതിയായിരുന്നില്ല. ബട്ട് ദ ലാസ്റ്റ് ഡാൻസ് ഓഫ് എ ലെജൻഡ്, അതാണ് ലോകം കണ്ടത്. സാവോപോളോയിലെ ഒരു ചേരി പ്രദേശത്ത് ജനിച്ച് ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് അവൻ നടന്നു കയറിയത് തന്റെ പ്രതിഭ കൊണ്ട് മാത്രമാണ്. 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകൾ. ഇതിഹാസ താരം പെലെയെയും മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ. ബാഴ്സലോണയടക്കം ക്ലബ്ബുകൾക്കായി അസാമാന്യ പ്രകടനങ്ങൾ. 2014 നട്ടെല്ലിനും 2022 കണങ്കാലിനും ഏറ്റ പരിക്ക് കരിയറിനെ കരിനിഴലാക്കിയപ്പോഴും അയാൾ പ്രതീക്ഷ കൈവിട്ടില്ല. 2023 കാൽമുട്ടിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഠിനാധ്വാനത്തിലൂടെ തിരിച്ചു വന്നത് ലോക കിരീടമെന്ന സ്വപ്നത്തിനായിരുന്നു. കണ്ണീരണിഞ്ഞുകൊണ്ടാണ് ഇന്ന് മൈതാനം വിട്ടത്. ഞാൻ ശ്രമിച്ചു, ഇത് അവസാനിച്ചു. ഞാൻ ഇവിടെയാണ് തുടങ്ങിയത്, ഇവിടെ തന്നെ അവസാനിപ്പിക്കുന്നു. 2010 സൗഹൃദ മത്സരത്തിലൂടെ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ച മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നെയ്മർ പറഞ്ഞു, പരിഹസിക്കുന്നവരോടും വിമർശകരോടും ഒന്നേ പറയാനുള്ളൂ, അതിജീവനത്തിന്റെ പേരുകൂടിയാണ് നെയ്മർ. ബ്രസീൽ ആരാധകരുടെ സുൽത്താൻ തന്നെയാണ്. കാനറി കുപ്പായത്തിൽ നെയ്മർ തീർത്ത മാന്ത്രികത എന്നും ചരിത്രവുമാണ്. നന്ദി നെയ്മർ.